ദേവ്. നീരജയുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിനെ നനച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി. അവൻ അപ്പോഴും പെട്ടെന്നുണ്ടായ അവരുടെ പ്രവൃത്തിയിൽ പകച്ചു നിൽക്കുകയാണ്. ദേവ്. കുറച്ചു നിമിഷം കഴിഞ്ഞിട്ടും അവൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവുമില്ലെന്നറിഞ്ഞ് അവള് വേദനയോടെ അവനിൽ നിന്നും അകന്നു മാറി. ദേവ്, നീ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. എന്നെ എന്നെ നിനക്ക് ഇത്തിരി പോലും ഓർമ്മയില്ലേ? നിന്റെ നീരുമല്ലേ ഞാൻ. നോക്ക്, നീ എനിക്ക് സമ്മാനിച്ചതാ. നീരജ തൻ്റെ കൈകൾ അവന് നേരെ നീട്ടി പറഞ്ഞതും ദേവിൻ്റെ കണ്ണുകൾ ആ കൈകളിൽ കിടക്കുന്ന റിങ്ങിൽ തറഞ്ഞു നിന്നു. അവന് സ്വയം വെറുപ്പ് തോന്നി. കണ്ടോ, എനിക്ക് നീ അണിയിച്ചു തന്നതാ. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം എത്ര വട്ടം സ്വപ്നം കണ്ടിരിക്കുന്നു. പക്ഷേ അതെല്ലാം വെറും സ്വപ്നം മാത്രമാക്കിക്കൊണ്ട് നീ എന്നിൽ നിന്നും അകന്നില്ലേ? എൻ്റെ ഓർമ്മകൾ പോലും നിന്നിൽ നിന്നും മാഞ്ഞില്ലേ? ഞാനിനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് പറ്റുന്നില്ല ദേവ്. ഇനി നീയില്ലാതെ ഒരു നിമിഷം പോലും എന്നെക്കൊണ്ട് പറ്റില്ല. എത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ തളരാതെ നിന്നത് നിന്നെ ഓർത്ത് മാത്രമാണ്. പറയ് ദേവ്, എന്തെങ്കിലും എന്നോട് പറയും. നിന്റെ ശബ്ദം കേൾക്കണം എനിക്ക്. പഴയതുപോലെ എൻ്റെ പേരെങ്കിലും നിന്റെ നാവിൽ നിന്നും കേൾക്കണം. നീരജ അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. അവന് വല്ലാത്ത ഈർഷ്യ തോന്നുന്നുണ്ടായിരുന്നു. മോളെ, നീ അവന് കുറച്ച് സമയം നൽക്. അവൻ്റെ അവസ്ഥ നമുക്കറിയാലോ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ എങ്ങനെ ഉൾക്കൊള്ളാനാണ്? എന്തായാലും ഇനി നമ്മൾ കുറച്ചുനാൾ ഇവിടെ ഉണ്ടാകുമല്ലോ. നമുക്ക് നമ്മുടെ ദേവിനെ പഴയതുപോലെ കിട്ടും. വാട്ട്? നിങ്ങൾ ഇനി ഇവിടെ ഉണ്ടാകുമോ എന്നോ? ദേവ് അല്പം ശബ്ദത്തിൽ ചോദിച്ചതിനൊപ്പം നീരുവിൽ നിന്നും അകന്നു നിന്നു. അതേ ദേവ്, ഞങ്ങളിനി കുറച്ചുനാൾ ഇവിടെ ഉണ്ടാകും. എനിക്കറിയാം നിന്റെ ഓർമ്മകളിൽ ഇപ്പോൾ ഞാനില്ല എന്ന്. എൻ്റെ പ്രസൻസ് പോലും നിനക്ക് അൺകംഫർട്ടബിളായി തോന്നുന്നുണ്ടെന്ന്. പക്ഷേ ഇനി കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല ദേവ്. എൻ്റെ ഓർമ്മകൾ ഞാൻ നിന്നിൽ വരുത്തും. അതിന് കൂടെ ഞാൻ വേണം. കുറച്ചുനാൾ മുന്നേ ഞാനിത് പ്ലാൻ ചെയ്തതാണ്. ബട്ട് ഓരോ പ്രോബ്ലംസ് മൂലം അത് നീണ്ടുപോയി. നിനക്കറിയോ, എൻ്റെ മുഖം ഒന്ന് മാറിയാൽ പോലും നിനക്കത് സഹിക്കില്ലായിരുന്നു. നീരജ പറഞ്ഞതും ദേവ് പുച്ഛത്തോടെ ചിരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇവിടേക്ക് വന്നത് ഓക്കെ, ബട്ട് ഇത് എൻ്റെ പ്ലേസ് ആണ്. ഇവിടെ നിങ്ങൾ താമസിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത്ര നിർബന്ധമാണെങ്കിൽ ഇവിടെ തന്നെ മറ്റൊന്ന് അറേഞ്ച് ചെയ്യാം. ദേവ് ഗൗരവത്തിൽ പറഞ്ഞതും അവരൊന്ന് ഞെട്ടി. ദേവ്, പ്ലീസ് അമ്മ, ഇവിടം എൻ്റെ മാത്രം പേഴ്സണൽ സ്പേസ് ആണ്. അവിടേക്ക് ആരും കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല. ദേവ് പറഞ്ഞതും മഹി പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം അവനൊന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് മാറ്റമുണ്ടാകില്ല എന്ന് അവർക്കറിയാം. ആൻഡ് വൺ മോർ തിങ്, ഞാനിത് അപ്പയോടും അമ്മയോടും നേരിൽ പറയാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി അമ്മയോട് പറയാം. എന്താ ദേവാ? മഹി അവനെ നോക്കി. നീരുവും അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. ഇവിടെ എന്നോട് കാശിയേട്ടാ, അവൻ പറയാൻ തുടങ്ങിയതുമാണ് പിന്നിൽ നിന്നും പാറുവിൻ്റെ വിളി കേൾക്കുന്നത്. ദേവ് തിരിഞ്ഞു നോക്കി. ഡോറിൽ ചാരി നിൽക്കുകയാണ് അവള്. മുഖമാകെ ക്ഷീണിച്ചു തോന്നുന്നുണ്ട്. കൂടാതെ കരഞ്ഞതുപോലെ കണ്ണുകൾ ചുവന്നു വിങ്ങിയിരിക്കുന്നു. മഹിയും നീരുവും ഒരു ഞെട്ടലോടെയാണ് അവളെ നോക്കിയത്. തങ്ങളെ അവൾ കണ്ടില്ല എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി. ആരെന്നറിയില്ല എങ്കിലും പാർവതി ഇരുവരുടെയും മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തി. ബേബി. അവൻ വേഗം ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അറിയോ ഓക്കെ ഏട്ടാ? കാശി ചോദിച്ചതും അവളെ ഇടറലോടെ വിളിച്ചു. വാട്ട്? അവൻ അവളുടെ കവളിൽ തഴുകിക്കൊണ്ട് അരുമയോടെ തിരുക്കി. ശരിക്കും മറ്റുള്ളതെല്ലാം അവൻ മറന്നുപോയി. മുന്നിൽ നിൽക്കുന്നവളിലേക്ക് മാത്രമായി അവൻ്റെ ശ്രദ്ധ. ദേവ്. അവൻ്റെ പ്രവൃത്തിയിൽ മഹി ദേഷ്യത്തിൽ വിളിച്ചു. നീരജ അപ്പോഴും കൺമുന്നിൽ കാണുന്ന കാഴ്ചയിൽ തറഞ്ഞു നിൽക്കുകയാണ്. ആരാ ഇവള്? അപ്പോഴാണ് പാർവും അവരെ കാണുന്നത്. അവള് വേഗം അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു. കാരണം ദേവിൻ്റെ ഫോണിൽ നിന്നും കണ്ട ഫോട്ടോസ് വെച്ച് വന്നിരിക്കുന്നത് അവൻ്റെ അമ്മയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്ക് നല്ല ഭയം തോന്നി. എന്തൊക്കെയായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവിവാഹിതനായ മകൻ്റെ ഒപ്പം ഒരു പെണ്ണിനെ കണ്ടാൽ തീർച്ചയായും അവർക്കത് വിഷമമുണ്ടാക്കുമെന്ന് അവൾക്കറിയാം. തന്നെ ഒരു മോശം പെണ്ണായി കരുതൂ തുടങ്ങിയ ചിന്തകളൊക്കെ അവളിലൂടെ കടന്നുപോയി. ദേവ്, നീ ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയോ? നിന്റെ ബെഡ്റൂമിൽ നിന്നും ഇവൾ ഇറങ്ങി വരണമെങ്കിൽ അതിനർത്ഥം എന്താ? ഇതാണോ നീ പറഞ്ഞ പേഴ്സണൽ സ്പേസ്? അമ്മ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. കാര്യമറിയാതെ സംസാരിക്കരുത്. അമ്മയ്ക്കിത് ആരാണെന്നല്ലേ അറിയേണ്ടത്? പാറുവിനെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചതും മഹി അവനെ ദേഷ്യത്തിൽ നോക്കി. നീരജയുടെ കണ്ണുകൾ ആ കാഴ്ചയിൽ നിറഞ്ഞൊഴുകി.
ദിസ് ഇസ് പാർവതി, മൈ ഗേൾ. അവൻ പറഞ്ഞു നിർത്തിയ സമയം തന്നെ നീരജ കാറ്റ് പോലെ വന്ന് അവനിൽ നിന്നും പാറുവിനെ തള്ളി മാറ്റി. നീരജ! പിന്നോട്ട് ആഞ്ഞുപോയ പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവ് നീരജയുടെ നേരെ ദേഷ്യത്തിൽ നോക്കി. നിന്റെ ഗേൾ? അപ്പോ ഞാനാരാ? എൻ്റെ ഈ കയ്യിൽ കിടക്കുന്നതിൻ്റെ വില എന്താ? അവൻ്റെ കോളറിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവന് നേരെ ചീറി. അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. പാർവതിയെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കം, അങ്ങനെയൊന്ന് ഇതുവരെ തനിക്ക് വേണ്ടി അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് അവളെ ദേഷ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു. യു ബ്ലഡി! നിനക്ക് എൻ്റെ... സ്റ്റേ ദർ നീരജ ആൻഡ് മൈൻഡ് യുവർ വേർഡ്സ്. മറ്റെന്തും ദേവ് സഹിക്കും. ഇവളെ വേദനിപ്പിച്ചാൽ... പാറുവിനു നേരെ ദേഷ്യത്തിൽ പാഞ്ഞെടുക്കാൻ പോയ നീരജ അവൻ്റെ ദേഷ്യത്തോടെയുള്ള വാക്കുകളിൽ അനങ്ങാതെ നിന്നുപോയി. ആ പഴയ ദേവ് മുന്നിൽ വന്ന് നിൽക്കുകയാണെന്ന് അവൾക്ക് തോന്നി. പാറു എല്ലാം കൊണ്ടും തളർന്നു പോയി. തനിക്ക് ചുറ്റും എന്താ നടക്കുന്നത് എന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. പക്ഷെ നീരജ, ആ പേര് ഇതിനു മുൻപ് താൻ കേട്ടിട്ടുണ്ട്. അന്ന് ആ പേര് കേട്ടപ്പോൾ മുതൽ കാശി അസ്വസ്ഥമായത് അവൾ ഓർത്തു. ഓഹോ, നീ എന്ത് ചെയ്യും? ഇവൾ ആരാ നിന്റെ? ഇത്രമാത്രം ഇവളിൽ മയങ്ങാൻ എന്താണ് ഇവൾക്ക് പ്രത്യേകത? നീ ഒന്നോർക്കണം ദേവ്, നീ ഇല്ലായ്മയിൽ ഉരുകി ജീവിച്ചതാണ് നീരജ മോള്. നിനക്ക് വേണ്ടി കാത്തിരുന്നവൾ. അവളേക്കാൾ വലുതാണോ നിനക്ക് ഈ പെണ്ണ്? നീ അണിയിച്ച വിവാഹമോതിരം താലി പോലെ പവിത്രമായാണ് ഇത്രയും ദിവസം മോള് കൊണ്ടു നടന്നത്. മഹി പറഞ്ഞതും പാറുവാണ് ഞെട്ടിയത്. വിവാഹമോതിരം? അപ്പോ കാശിയേട്ടൻ? അവൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അല്ലേ? അവളുടെ ഹൃദയം വേദനയോടെ മുഴിഞ്ഞുകൊണ്ടിരുന്നു. കണ്ണിലേക്ക് ഇരുട്ട് കയറും പോലെ തോന്നി. പിന്നോട്ടാഞ്ഞു പോകുമ്പോൾ ദൃഢമായ കരങ്ങൾ തന്നെ പുൽകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. കാശിയേട്ടാ! പൂർണ്ണമായ മയക്കത്തിലേക്ക് പോകുമ്പോഴും പാറു അവനെ വിളിച്ചു. പാറുവിനെ ബെഡിലേക്ക് ചായച്ചു കിടത്തുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവള് മാനസികമായി ആകെ തകർന്നിട്ടുണ്ടാകുമെന്ന് അവനറിയാം. ഐ ആം സോറി ബേബി. ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് ഞാനും ഒരു കാരണമാണ്. പക്ഷേ ഒന്നുണ്ട്, നിന്റെ കാശിനാഥൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി അവൻ പുറത്തേക്ക് നടന്നു. അപ്പോൾ അവൻ്റെ കണ്ണുകളിലെ പ്രണയഭാവം ആകെ മാറിയിരുന്നു. ദേവ്, എന്താ ഇതൊക്കെ? നിനക്ക് എങ്ങനെ തോന്നി? നീ പ്രണയിച്ചിരുന്ന ഇവളെ മറന്ന് മറ്റുള്ളവരെ? പറയാൻ തന്നെ അറപ്പ് തോന്നുന്നു. മഹി പറഞ്ഞതും ദേവ് നോക്കിയത് നീരജയാണ്. അവളും അവനെ നോക്കുകയാണ്. ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നോ നീരജ? അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവളൊന്ന് പതറി. നീ എന്തൊക്കെ അബദ്ധങ്ങളാണ് പറയുന്നത്? പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് നടത്തിയത്? എൻ്റെ ചോദ്യം നീരജയോടാണ്. സോ ആൻസർ മീ നീരജ. അത് അവളൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും അവൻ പുച്ഛത്തോടെ ചിരിച്ചു. മോളെ, നീ എന്താ ഒന്നും പറയാത്തത്? ഇറ്റ്സ് ഓക്കെ അമ്മ. കാരണം അങ്ങനെയൊന്നില്ല. ദേവ്! മഹി അവനെ ദേഷ്യത്തിൽ വിളിച്ചു. വെയിറ്റ്, നിനക്കപ്പോൾ എല്ലാം ഓർമ്മയുണ്ടോ? പെട്ടെന്നൊരു ഞെട്ടലോടെ നീരജ ചോദിച്ചപ്പോൾ അവന് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. നീരജ എന്നെ പ്രപ്പോസ് ചെയ്ത ദിവസം ഓർമ്മയുണ്ടോ? അന്ന് തന്നെ നിനക്ക് ഞാൻ വ്യക്തമായ മറുപടി നൽകിയതാണ്. നിന്നെ ഒരു ലൈഫ് പാർട്ട്ണറായി കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ചോദിക്കുമ്പോൾ നീര് വിളറി. ദേവ്, നീ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. നീ കൂടി സമ്മതിച്ചാണ് നിങ്ങളുടെ നിശ്ചയം നടത്തിയത്. അത് നീ മറക്കണ്ട. മഹി പറഞ്ഞപ്പോൾ അവൻ അവരെ ഒന്ന് നോക്കി. അവന് പുച്ഛമാണ് തോന്നിയത്. അതെ, എൻ്റെ സമ്മതത്തോടെയാണ് നടത്തിയത്. നീരജ വെയിൻ കട്ട് ചെയ്തതിൻ്റെ പിന്നിലെ ഉദ്ദേശവും അതുതന്നെയായിരുന്നില്ലേ? ഒരു ആത്മഹത്യാ ഭീഷണിയിൽ നടത്തിയ നിശ്ചയമാണത്. അന്നത്തെ ആ ദിവസവും ഞാൻ പറഞ്ഞിരുന്നില്ലേ തന്നെ ഒരു ഫ്രണ്ട് എന്നതിലുപരി എനിക്ക് കാണാൻ സാധിക്കില്ല എന്ന്? അവൻ വളരെ ശാന്തമായാണ് ഓരോന്നും പറയുന്നത്. പക്ഷേ എന്നെ പ്രണയിക്കാൻ ശ്രമിക്കാമെന്നും നീ അന്ന് പറഞ്ഞിരുന്നില്ലേ ദേവ്? നീരു ദേഷ്യത്തിൽ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞിരുന്നു. മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു. എനിക്കതിന് സാധിക്കില്ല എന്ന് തോന്നിയാൽ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുമെന്നും. അവൻ പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ അവൻ പിന്നിലേക്ക് തള്ളി. ഇല്ല ദേവ്, എന്നെ ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല. നീരജ പറഞ്ഞതും അവനൊന്ന് ചുണ്ടുകൂട്ടി. ചതി, അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്.
ചില കാര്യങ്ങൾക്ക് കൂടി ക്ലാരിറ്റി വരാനുണ്ട്. അതിനുശേഷം വേണം എനിക്ക് പലതും തീരുമാനിക്കാൻ. സമ്മതിക്കില്ല ദേവ്. അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഈ റിങ്, അത് നീ പറഞ്ഞ പോലെ ഭീഷണി മുഴുക്കി നേടിയെടുത്തത് തന്നെയാണ്. ഇനി അടുത്തത് നിന്റെ പേരിലുള്ള താലിയാണ്. അത് ഞാൻ സ്വന്തമാക്കും. അതിന് തടസ്സം ഈ പെണ്ണാണെങ്കിൽ അവളെ ഞാൻ ഈ ഭൂമിയിൽ നിന്നും... നീരജ! അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ മുറുകി. ദേവ്, മോനെ, വേണ്ട, വിട്. മഹി ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഇത് ദേവാണ്, ദൈവിക് കാശിനാഥ്. ഭീഷണി മുഴക്കുമ്പോൾ അത് ആരോടാണെന്ന് നീ ചിന്തിക്കണം. പിന്നെ എൻ്റെ പെണ്ണ്. ഈ ദേവ് ആദ്യമായി മോഹിച്ചത് അവളെയാണ്, ദേവിൻ്റെ പൂർണ്ണ അവകാശി. അവൾക്കെതിരെ തിരിഞ്ഞാൽ തകർക്കും ഞാൻ. ഒരിക്കലും കൂടിച്ചേരാൻ പറ്റാത്ത വിധം തച്ചുടയ്ക്കും. അവളുടെ കാതിനരികിലായി മുരണ്ടുകൊണ്ട് അവൻ അവളെ പിന്നിലേക്ക് തള്ളിമാറ്റി പാറു കിടന്ന റൂമിൽ കയറി വാതിലടച്ചു. നീരജ അവന് പോകുന്നത് തുറച്ചു നോക്കി. കഴുത്തിൽ അനുഭവപ്പെടുന്ന വേദന പോലും അവൾ ആ നിമിഷം അറിയുന്നുണ്ടായിരുന്നില്ല. രാത്രിയിൽ എങ്ങോട്ടെന്നില്ലാതെ നടക്കുമ്പോൾ അവളുടെ ചുറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ട് അവളുടെ മനസ്സിലേക്കും വ്യാപിച്ചിരുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാൻ പോലും പാറുവിൻ്റെ കൈകൾ ഉയർന്നില്ല. അവളുടെ മനസ്സിൽ കുറച്ചു മുന്നേ ദേവു പറഞ്ഞ വാക്കുകൾ മുഴങ്ങിക്കേട്ടു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് നീ വരേണ്ടായിരുന്നു. വീണ്ടും വീണ്ടും മുഴങ്ങിക്കേൾക്കുന്ന വാക്കുകളിൽ അവളും നീങ്ങി. അവളുടെ മനസ്സ് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളിലായിരുന്നു. അതിനാൽ തന്നെ പുറകെ വരുന്ന ആപത്തിനെ പാറു അറിഞ്ഞില്ല. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ദേവ് ആകെ അസ്വസ്ഥനായിരുന്നു. പാറു അപ്പോഴും മയക്കത്തിലാണ്. നീരജയോട് സംസാരിച്ചതിന് ശേഷം ദേവ് പാറുവിനരികിൽ വന്ന് കിടന്നതാണ്. അവൻ്റെ മനസ്സിൽ അടുത്തത് എന്തെന്ന ചിന്തയായിരുന്നു. ജഗനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് സാധ്യമാകുന്നുണ്ടായിരുന്നില്ല. മഹി സത്യയെ വിളിച്ച് എല്ലാം പറയുന്നുണ്ടായിരുന്നു. നീരജ ആ സമയം റൂമിൽ കയറിയതാണ്. ഇടയ്ക്ക് മഹി ചോദിച്ചതിന് മാത്രം അവൾ മറുപടി പറഞ്ഞു. മഹിക്ക് അതുതന്നെ ആശ്വാസമായിരുന്നു. കാരണം അവൾ അവിവേകം എന്തെങ്കിലും കാണിക്കുമോ എന്നവർ ഭയന്നിരുന്നു. മഹിയും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ ദേവ് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. പാറുവിന് പനിയും ക്ഷീണവും ഉള്ളതിനാൽ തന്നെ അവൾക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ച് കിച്ചണിലേക്ക് വന്നതാണ് ദേവ്. പാറുവിനെ ഹെൽപ്പ് ചെയ്യാറുള്ളതിനാൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവനറിയാം. കുക്കറിൽ അരി കഴുകി ഇടുമ്പോഴാണ് മഹി അങ്ങോട്ട് വരുന്നത്. നീ എന്ത് ചെയ്യുവാ ദേവാ? പാറൂട്ടിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഇതാകുമ്പോൾ കുറച്ചെങ്കിലും കഴിക്കും. അവൻ പറയുമ്പോൾ മഹി അവനെ കണ്ണെടുക്കാതെ നോക്കി. ആ ഉരുവൾക്കായി അവനിൽ നിറഞ്ഞു നിൽക്കുന്ന കരുതൽ, പ്രണയം, ഇതൊക്കെ അവരെ അത്ഭുതപ്പെടുത്തി. പക്ഷേ അതേ നിമിഷം തന്നെ ഇതേ പ്രണയത്താൽ മുറിവേറ്റി കിടക്കുന്നവളുടെ മുഖം മനസ്സിലേക്ക് വന്നതും മഹി തലയൊന്ന് വെട്ടിച്ചു. ദേവ്, നിനക്ക് നീരുമോളോട് അല്പം പോലും സ്നേഹം തോന്നുന്നില്ലേ? ഇല്ല. ഒറ്റ മറുപടി. മറ്റൊരു വിശദീകരണം അവൻ ആഗ്രഹിക്കുന്നില്ല. ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വരും. അവൻ പറഞ്ഞതിന് മഹി ഒന്നും പറഞ്ഞില്ല. ദേവാ, ആ പെൺകുട്ടി നിനക്ക് വലുതായിരിക്കും. പക്ഷേ ഒരിക്കലും നമ്മുടെ ഫാമിലി അവളെ നിന്റെ ഭാര്യാസ്ഥാനത്ത് കാണുമെന്ന് നീ കരുതുന്നുണ്ടോ? മഹി പുച്ഛത്തോടെ ചോദിച്ചതും അവൻ അവരെ ഒന്ന് നോക്കി. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നും പാർവതിയായിരിക്കും. സോ ഇതിൽ നിന്നും അമ്മയ്ക്കുള്ള ആൻസർ കിട്ടിയെന്ന് കരുതുന്നു. അവൻ പറഞ്ഞതും മഹി ഒരു ഞെട്ടലോടെ നോക്കി. നീ പറയുന്നത് അവൾ ഒരുവൾക്ക് വേണ്ടി ഞങ്ങളെ, നിന്റെ കുടുംബത്തെ ഉപേക്ഷിക്കാൻ പോലും നീ മടിക്കില്ലെന്നല്ലേ? മഹി അവനെ അവിശ്വസനീയതയോടെ നോക്കി. അതിന് അവനൊന്നും പറയാതെ ഒരു ബൗളിലേക്ക് അവൾക്കുള്ള ഫുഡ് എടുത്തുകൊണ്ട് അവിടെ നിന്നും നടന്നകന്നു. അവരുടെ സംസാരം കേട്ട് നിന്ന് നീരജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയം ദേവിനായി മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു. ഇല്ല ദേവ്, നീരജ നിന്നെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെ നേടണമെന്നും എനിക്കറിയാം. നാളെ എന്നൊരു ദിവസമുണ്ടെങ്കിൽ നീ എൻ്റെ സ്വന്തമാകും. അത്ര നേരം കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരുന്നവളുടെ ചുണ്ടിൽ ഗൂഢമായ ചിരി വിരിഞ്ഞു. ബേബി. പാറുവിൻ്റെ കവിളിൽ തലോടി അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ ഒന്ന് ചിമ്മി. വീണ്ടും അല്പം ശബ്ദത്തിൽ അവൻ വിളിച്ചതും പതിയെ അവൾ മിഴികൾ തുറന്നു. കണ്ണുകൾക്ക് വല്ലാത്ത മൂടൽ പോലെയാണ് അവൾക്ക് ആദ്യം തോന്നിയത്. കൂടാതെ കരഞ്ഞതിൻ്റെയും പനിയുടെയും ഒക്കെയായി തല വല്ലാതെ വേദനിക്കും പോലെ. പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് നേരത്തെ നടന്ന സംഭവങ്ങൾ ഓർമ്മ വന്നത്. നീരജയുടെ മുഖം മനസ്സിലേക്ക് വന്നതും പാറു വെപ്രാളത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കാശിയേട്ടാ. റിലാക്സ് ബേബി, ഐ ആം ഹിയർ. അവൻ പറഞ്ഞതും പാറു കരഞ്ഞുകൊണ്ട് അവനെ പുണർന്നു.
എൻ്റെയാ, പോകണ്ട. എന്തൊക്കെയോ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങളിൽ അവൾ വല്ലാതെ ഭയന്നിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി. പാറൂട്ട. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവളെ പതിയെ അവനിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവൻ വിളിച്ചതും അപ്പോഴും നിലയ്ക്കാത്ത ഏങ്ങലയോടെ പാറു അവനെ നോക്കി. നിന്റെ കാശി നിന്നെ ചതിച്ചെന്ന് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചതും ഒരു നിമിഷം പോലും കാക്കാതെ അവൾ ഇല്ല എന്ന മറുപടി നൽകിയിരുന്നു. എനിക്ക് നഷ്ടമായ എൻ്റെ മെമ്മറീസൊക്കെ തിരികെ ലഭിച്ചിട്ട് കുറച്ച് ദിവസമായി. അന്നു മുതൽ ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. കുറച്ച് കാര്യങ്ങൾക്ക് കൂടി ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ബേബിയോട് ഞാൻ ഇതിനെപ്പറ്റി പറയാതിരുന്നത്. ആൻഡ് നീരജ, ഷീ ഈസ് മൈ ഫ്രണ്ട്. എൻ്റെ +2 ലൈഫിൽ എനിക്ക് കിട്ടിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിരുന്നു. പിന്നീടാണ് അവളുടെ അപ്പ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണെന്ന് അറിയുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന 2 പേര്, അത് നീരജയും ജഗനുമാണ്. എല്ലാം സ്മൂത്തായാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ എപ്പോഴാണ് അവൾക്ക് എന്നോട് അങ്ങനെയൊരു ഫീലിങ്സ് തോന്നിത്തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. എന്നോട് അവളുടെ ഫീലിങ്സ് കൺഫേസ് ചെയ്യുമ്പോൾ ഞാൻ ബ്ലാങ്കായി നിന്ന് പോവുകയാണ് ചെയ്തത്. പിന്നീട് അവൾ ഫാമിലി വഴി ഒരു പ്രപ്പോസലായി മുന്നോട്ട് പോയപ്പോൾ അപ്പോൾ മാത്രമാണ് അവൾ ഇതിനെ സീരിയസ് ആയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരിക്കലും ഒരു ഫ്രണ്ട് എന്നതിലുപരി അവളെ ഒരു ലൈഫ് പാർട്ട്ണറുടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ലെന്ന് ഞാൻ നേരിട്ട് തുറന്നു പറയുകയും ചെയ്തതാണ്. അവൾക്കതൊരു വാശിയായി മാറി. വൺ ഡേ ഷീ ട്രൈ ടു സൂയിസൈഡ്. ദേവ് പറഞ്ഞപ്പോൾ പാറു അവനെ ഞെട്ടലോടെ നോക്കി. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾക്കൊടുവിൽ ഞാൻ എന്നോടുള്ള അവളുടെ ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്തു. നോ, അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ നിർബന്ധപ്രകാരമായിരുന്നു എൻഗേജ്മെൻറ്റ്. 2 വർഷങ്ങൾക്ക് ശേഷം വിവാഹം. അതായിരുന്നു അവരുടെ പ്ലാൻ. അന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു, എനിക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പൂർണ്ണ ബോധ്യം വന്നാൽ ഞാനൊരിക്കലും അവളെ സ്വീകരിക്കില്ലെന്ന്. അങ്ങനെ എനിക്ക് മനസ്സിലായ നിമിഷം ഞാൻ നീരജയോട് സംസാരിക്കാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ തീരുമാനിച്ചതുമാണ്. പക്ഷേ ആ സമയമാണ് ആക്സിഡൻറ്റ്. ഞാനിതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? അവൻ ചോദിച്ചതും പാറു അവനെ നോക്കി. നിന്റെ കാശിനാഥൻ്റെ മനസ്സിൽ നീയല്ലാതെ മറ്റൊരു പെണ്ണിനും സ്ഥാനമില്ല. അത് മുൻപാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. പിന്നെ ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ഒരുപാടായിരിക്കും. എല്ലാം നമ്മൾ നേരിടും. അവൻ പറഞ്ഞതും പാറു ചെറുതായി ഒന്ന് ചിരിച്ചു. അപ്പോഴാണ് അവൾക്ക് തൻ്റെ സംശയം അവനോട് പറഞ്ഞില്ല എന്ന് ഓർമ്മ വന്നത്. അവൾക്ക് ഒരു വിറയൽ തോന്നി. കാശി ഇതിനെ എങ്ങനെ എടുക്കുമെന്നതിൽ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. ആദ്യത്തെ ദിവസം മാത്രമേ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ. അന്ന് ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ താനാണ് അവനോട് സേഫ് പീരീഡാണെന്ന് പറഞ്ഞത്. എല്ലാം ഓർക്കും തോറും അവൾക്ക് ഭയമേറുകയാണ് ചെയ്തത്. കൂടാതെ ഈ അവസ്ഥയിൽ അവനോട് ഇതേപ്പറ്റി പറഞ്ഞ് അവൻ്റെ ടെൻഷൻ കൂട്ടണമോ എന്ന സംശയം വേറെയും. എങ്കിലും അവനോട് പറയുന്നതാണ് നല്ലതെന്ന തീരുമാനത്തിൽ അതേപ്പറ്റി പറയാൻ തുടങ്ങിയ സമയത്താണ് മഹിയുടെ വെപ്രാളത്തിലുള്ള ശബ്ദം കേൾക്കുന്നത്. മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവർ 3 പേരും തറഞ്ഞു നിന്നു. ബാത്ടബിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന നീരജ. അവളുടെ കയ്യിൽ നിന്നും ഒഴുകുന്ന രക്തം അതിലെ ജലത്തെയും ചുവന്ന നിറമാക്കിയിരുന്നു. മഹിയുടെ വെപ്രാളത്തിലുള്ള വിളികേട്ട് ചെന്നപ്പോഴാണ് വിളിച്ചിട്ട് നീരജ കതക് തുറക്കുന്നില്ല എന്ന് പറഞ്ഞത്. കുറച്ച് തവണ വിളിച്ചിട്ടും തുറക്കാത്തതിനാൽ ഡോറ് ചവിട്ടി തുറക്കുകയാണ് ദേവ് ചെയ്തത്. റൂമിൽ കാണാതെ ബാത്റൂമിൽ നോക്കിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. പകച്ചു നിന്ന് പോയ ദേവ് ഒരു നിമിഷത്തിന് ശേഷം അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. പാറു അപ്പോഴും ഞെട്ടലിൽ നിന്നും മുക്തയാകാതെ നിന്നു. സമാധാനമായല്ലോ നിനക്ക്? മഹിയുടെ അലർച്ചയിൽ അവൾ നടുങ്ങി. നീ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം കാരണം. എൻ്റെ മോള്, അവളുടെ മനസ്സ് അത്ര കൈവിട്ടു പോയത് കൊണ്ടാകും ഇങ്ങനെ ചെയ്തത്. നീയും ഒരു പെണ്ണല്ലേ? അവസാനമായപ്പോൾ മഹി കരഞ്ഞുപോയി. പാറു തറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഒന്ന് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുമോ? അവൻ്റെ ഓർമ്മ നഷ്ടമായപ്പോൾ പോലും മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവനെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അവസാനം ഏതോ ഒരുവൾ അവനെ തട്ടിയെടുത്തപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നീ പറയ്, നിനക്ക് എന്ത് വേണം? എന്ത് വേണമെങ്കിലും തരാം. എനിക്കെൻ്റെ മകനെ മാത്രം തിരികെ നൽകിയാൽ മതി. മഹിയുടെ വാക്കുകളിൽ പാർവതി തീയിൽ വീണതുപോലെ പിടഞ്ഞുപോയി. അമ്മ, അവളെ ഇടറലോടെ വിളിച്ചു. അമ്മയോ? ആരുടെ അമ്മ? നിന്റെ വായിൽ നിന്നും അങ്ങനെയൊരു വിളി കേൾക്കുന്നത് പോലും എനിക്കറപ്പാണ്. എന്നെ നീ വിളിക്കരുത്. നീ ദേവിനെ കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? മാസങ്ങളല്ലേ? നീയൊന്ന് ചിന്തിച്ചു നോക്ക്. വെറും മാസങ്ങൾ കൊണ്ട് നിനക്കവനെ ഇഷ്ടമായെങ്കിൽ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ മോളുടെ കാര്യം. എങ്ങനെ നോക്കിയാലും അവിടെ പ്രണയത്തിനല്ലേ മുൻതൂക്കം കൂടുതൽ. മഹി വീണ്ടും വീണ്ടും പാറുവിനെ വാക്കുകളാൽ തീർത്ത ശരം കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കി.
പാറു ആ വേദനയിൽ കിടന്നു പിടഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ വെറുതെ വിടില്ല. ദേവിനും അവൻ്റെ നീരജയുടെ ജീവനേക്കാൾ വലുതല്ല നീ. അത്രയും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മഹി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ആരെയോ വിളിച്ചു. കാളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും മഹി വേഗം ചെന്ന് വാതിൽ തുറന്നു. എന്തായി സൂര്യ? സൂര്യയെ കണ്ടതും മഹി വെപ്രാളത്തിൽ ചോദിച്ചു. അവരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഒന്നും പറയാനായിട്ടില്ല അമ്മ. അവൻ പറഞ്ഞതും മഹി കരച്ചിലോടെ അവിടെ ഇരുന്നു പോയി. അപ്പോഴാണ് അവൻ പാറുവിനെ കാണുന്നത്. വാടിത്തളർന്ന് വല്ലാത്തൊരു പരുവത്തിലായിട്ടുണ്ട്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ സോഫയിൽ ഇരിക്കുകയാണ് അവൾ. താൻ വന്നതുപോലും അവൾ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നി അവന്. അവളോട് വല്ലാത്ത സഹതാപം തോന്നി. അമ്മ വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. സൂര്യ പറഞ്ഞപ്പോൾ മഹി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. പാർവതി, താനും വാ, ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. സൂര്യ പറഞ്ഞപ്പോൾ പാറു തളർന്ന മിഴികളോടെ അവനെ നോക്കി, പിന്നെ മഹിയെയും. പക്ഷേ അവർ അതൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ അങ്ങനെയൊരവസ്ഥയായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ICUവിന് മുന്നിൽ തകർന്നിരിക്കുന്നവനെ കാണുകെ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷമായോ ദേവാ? ഇനി നിനക്ക് അവളുടെ ശല്യമുണ്ടാകില്ല. ഇവളെയും കൂട്ടി നീ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാം. അവനെ കണ്ടതും മഹി വെറുപ്പോടെ പറഞ്ഞു. സൂര്യ അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അവർ വീണ്ടും വീണ്ടും എന്തൊക്കെയോ കരഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്വന്തം മകനാണ് അവനെന്ന കാര്യം അവർ ബോധപൂർവം മറന്നു. സൂര്യ അവരുമായി അല്പം മാറിയിരുന്നു. എനിക്ക് വെള്ളം വേണം സൂര്യ. മഹി പറഞ്ഞതും അവനത് വാങ്ങുവാനായി പുറത്തേക്ക് നടന്നു. പാറു കണ്ണുകൾ അടച്ചിരിക്കുന്നവനെ നോക്കി. അവൻ്റെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവളെ കൂടുതൽ സങ്കടത്തിലാക്കി. പതിയെ അവൻ അരികിലേക്ക് നടക്കുമ്പോൾ അവനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. പതിയെ അവൻ്റെ ചുമലിൽ കൈകൾ അമർത്തുമ്പോൾ അവ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ കണ്ണുകൾ തുറന്ന് അവളെ നിർവികാരമായി നോക്കി. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് നീ വരേണ്ടായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും പാറു ഞെട്ടലോടെ പിന്നിലേക്ക് മാറി. ദേവ് വീണ്ടും കണ്ണുകൾ അടച്ചിരുന്നു. പാറു അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു, മിഴികൾ ചിമ്മാതെ. തനിക്ക് തോന്നിയതാണ്. എൻ്റെ കാശി അങ്ങനെ പറയില്ല. അവൾ സ്വയം പുലമ്പി. പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു പിടി വീണു. മഹി അവളെ അവിടെ നിന്നും വലിച്ചു കൊണ്ടു പോകുമ്പോഴും പാറു തിരിഞ്ഞു കാശിയെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നീരജയുടെ ജീവനേക്കാൾ വലുതല്ല നീയെന്ന്. അവനായി തന്നെ അവൻ്റെ തെറ്റ് മനസ്സിലാക്കി. ഇനിയെങ്കിലും എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്നും പൊയ്ക്കൂടെ നിനക്ക്? അവർ ചോദിച്ചപ്പോൾ പാറു അവരെ കുറച്ച് സമയം നോക്കി. പോകാം. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞതും മഹിയുടെ കണ്ണുകൾ വിടർന്നു. ഒരിക്കൽ ഞാൻ കാശിയേട്ടനോട് പറഞ്ഞിരുന്നു, ഏട്ടനായി പറയാതെ ഒരിക്കലും ഏട്ടനെ ഒറ്റയ്ക്കാക്കി എങ്ങും പോകില്ലെന്ന്. പക്ഷേ ഇവിടെ ഇനി എൻ്റെ ആവശ്യമില്ല. അമ്മ പറഞ്ഞ പോലെ ഞാനൊരു തെറ്റായി ഏട്ടന് തോന്നുന്നതിന് മുന്നേ പോകുവാണ്. മനസ്സ് പറയുന്നത് മറ്റൊന്നാണെങ്കിലും പാറു പറഞ്ഞത് അങ്ങനെയാണ്. അറിയാം, ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതായിരിക്കില്ല. പക്ഷേ എന്നെ അത് ഒത്തിരി മുറിവേൽപ്പിച്ചു കാശിയേട്ടാ. നിൽക്ക്. തിരിഞ്ഞു നടന്ന പാറുവിനെ മഹി പിടിച്ചു നിർത്തി. നീ എനിക്ക് വാക്ക് തരണം. നീയായി ഒരിക്കലും എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലെന്ന്. അവർ പറഞ്ഞപ്പോൾ പാറു അവരെ നോക്കി. ഇപ്പോൾ അവരിൽ കണ്ണുനീരില്ല, വിഷാദഭാവമില്ല. പകരം വിചാരിച്ച കാര്യം നടന്നതിൻ്റെ സന്തോഷമാണ് മുഖം നിറയെ. വാക്ക്. പാർവതിയായി ഒരിക്കലും എൻ്റെ കാശിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരില്ല. ദൃഢമായ ശബ്ദത്തിൽ പാറു പറയുമ്പോൾ മഹിയിൽ വിജയച്ചിരി ഉണ്ടായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞതും മഹിയുടെ നെറ്റി ചുളിഞ്ഞു. എന്നെ തിരിഞ്ഞ് എൻ്റെ കാശിയേട്ടൻ മുന്നിൽ വരുന്ന നിമിഷം മുതൽ അദ്ദേഹം ഈ പാർവതിക്ക് സ്വന്തമായിരിക്കും. പാറു അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങി.